ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് നിരുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ക്യാമ്പസിൻ്റെ അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞ് ഇങ്ങനെ ആദ്യമായിട്ടായതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ലച്ചിതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ലച്ചുകൊണ്ട് ആരും വന്നില്ല. നമ്മൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇതിന് മുമ്പ് കുറച്ച് ക്ലിപ്പൊക്കെ ഉണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാൻ. കാര്യം അതെനിക്ക് ഒരു പേടിയായിരുന്നു പറയാനൊക്കെ. ഇപ്പോൾ ക്യാമ്പസിൻ്റെ അവിടെ നിൽക്കുകയാണ്. കുറച്ച് നേരം എടുക്കും. ആളുകളൊക്കെ നോക്കുന്നത്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഞാൻ കാണിക്കാം. പിള്ളേരൊക്കെ വന്നിട്ട് എന്തരാണെന്ന് നമുക്ക് ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ലച്ചുവിനാണെങ്കിൽ ഒരു ടെസ്റ്റ് വാങ്ങണം ക്യാമ്പസിൽ നിന്ന്. അപ്പോൾ നമുക്ക് അത് വാങ്ങാൻ പോവാം ക്യാമ്പസിൽ നിന്ന്. അതാണ് ക്യാമ്പസ്. ഇത് അങ്ങനെ നമ്മൾ ടെസ്റ്റ് വാങ്ങുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് വാങ്ങില്ല. കാര്യം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ടെസ്റ്റ് വാങ്ങിയില്ല. അങ്ങനെ നിരുവിന് നമ്മൾ ഗിഫ്റ്റ് നോക്കുകയാണ്. നമ്മൾ സ്ലൈം എടുത്ത് തന്നിട്ട് നമ്മൾ പിങ്ക് കളറ് സ്ലൈം എടുത്തത് അടിപൊളിയായിരുന്നു. ഓക്കെ, നമ്മളത് തുറന്നൊക്കെ നോക്കി. നല്ല രസമുണ്ടായിരുന്നു സ്ലൈമിലൊക്കെ കളിക്കാൻ. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിങ്ക് സ്ലൈം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിങ്ക് സ്ലൈം നോക്കിയതിന് ശേഷം നന്ദുവിനെയും ദേവികനെയും നമ്മൾ ക്യാമ്പസിൽ വെച്ച് മീറ്റ് ചെയ്തു. അങ്ങനെ അവസാനം നമ്മൾ മഞ്ഞ സ്ലൈം എടുത്തു, റെഡ് സ്ലൈം എടുത്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പിങ്ക് സ്ലൈമിൽ തന്നെ ഉറപ്പിച്ചു. ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ ക്യാമ്പസിൽ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ നിരുവിന്റെ ബർത്ത്ഡേക്ക് പോവുകയാണ്. ഭയങ്കര പ്ലാനിങ് ആണ് ഇവിടെ. നിരുവിന് സർപ്രൈസ് കൊടുക്കാനാണ് നമ്മുടെ പ്ലാന്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം ഒരാളെ ബുദ്ധിയാണ്. നമ്മള് പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെ പ്ലാനിങ് നടക്കുകയാണ്. ഇവർ പറയുന്ന കണക്ക് നമ്മൾ ചെയ്യും. അപ്പോൾ പ്ലാനിങ് നടക്കട്ടെ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കണക്കാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാര്യം എനിക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതാണ് ഞാൻ കേട്ടത് വെച്ചിട്ട് പ്ലാൻ ഇതാണ്. അതായത് നിരു ഇപ്പോൾ ട്യൂഷനിൽ നിന്ന് വരും. അപ്പം നിരുവിൻ്റെ അടുത്ത് നന്ദു ഇങ്ങനെ പറയും, നിരു നമുക്ക് കഴിക്കാൻ പോയാലോ വിശക്കുന്നെന്ന് പറയും. അപ്പം നിളാവി പറയാം പോവാന്ന്. അങ്ങനെ നിരുവിനെ ഉപ്പേരിയിൽ കൊണ്ടുപോകും. അതൊക്കെയാണ് പ്ലാന്. എന്നിട്ട് അതാണ് പ്ലാൻ. അപ്പം നമ്മൾ അങ്ങോട്ട് പോവും. അത്രേ ഉള്ളൂ. നമ്മൾ ആരൊക്കെ ഉണ്ട്? നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഉപ്പേരിയിലോട്ട് പോകാൻ പോവാണ്. നിരു നന്ദു ഇവിടെ തന്നെ നിൽക്കും. നമ്മൾ അവിടെ പോവും. എന്നിട്ട് അവിടെ വരും. അങ്ങനെ നിരു സർപ്രൈസ് ആവും. നമ്മൾ അവിടെ നിന്ന് അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോവാം, നടക്കാം. നമ്മളിപ്പോൾ ഉപ്പേരിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യണം. ഹരിനന്ദൻ വരുന്നു. ഇർഫാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ വെയിറ്റ് ചെയ്യണം നമ്മൾ. മണ്ടഹരി വരുന്നു. ടൊടങ്. മണ്ടഹരിൻ്റെ അച്ചച്ചൂട് കണ്ടോ? മണ്ടഹരിൻ്റെ അച്ചച്ചൂട്. അങ്ങനെ മണ്ടഹരി അച്ചച്ചൂട് ഇട്ടൊക്കെ വരികയാണ്. ഓക്കെ, അവ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ മണ്ടഹരി എന്നെ കളിയാക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഓക്കെ, അതിനുശേഷം ഞാൻ വീഡിയോ കട്ട് ചെയ്തു. കാര്യം ഇവ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഇവരൊക്കെ ഇവിടെ വന്ന് പ്ലാനിങ് ഉള്ള ആൾക്കാർ. പക്ഷേ ഇവിടെ എന്തിനാണ് സ്നോ സ്പ്രേ പറ്റത്തില്ല, പോപ്പർ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകും. ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്ത് പുറത്തു പോകും. അവന്മാർ അവിടുന്ന് പ്ലാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് വേറെ കടയിലോട്ട് വന്നു. നമ്മൾ ലിമാസിലോട്ട് വന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കേക്ക് നമ്മൾ അവിടുന്ന് വാങ്ങി. എന്നിട്ട് ഇതാണ് ബ്ലോഗർ ഇർഫാൻ. ഇവനും ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. അവനൊരു ബ്ലോഗർ ആയിരുന്നു. ആൾക്കാരൊക്കെ ആയി. നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്യും. ഇവിടെ കുറേ കേക്കുകളൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഡിസൈൻ. ഇത് ഞാനാണ് പൊട്ടിക്കുന്നത്, അത് ആൽബിനാണ് പൊട്ടിക്കുന്നത്. മറ്റേ സാധനം ഓക്കെ. അങ്ങനെ അടുത്ത പ്ലാനിങ് ആണ്. ഏത് തൊപ്പി വാങ്ങണം, അങ്ങനെയൊക്കെ കുറേ പ്ലാനിങ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. പ്ലാനിങ് മാത്രമേ നടന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയോ നടന്ന് ആ കേക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് അവന്മാർ അവിടെ പോയി സംസാരിക്കുന്നത്. ഞാനും എൻ്റെ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ആ കേക്ക് സേഫ് ആയത്. അതെ, ഞാനും എൻ്റെ ക്യാമറയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ കേക്ക് സേഫ്. ഇർഫാൻ അവിടെ ആറ്റിറ്റ്യൂഡ് ഇടുന്നു. ഇർഫാൻ്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ.
ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ പിണങ്ങും. ഇർഫാൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടോ? ഇർഫാൻ്റെ ആറ്റിറ്റ്യൂഡ്, ഓ ഏത് ആറ്റിറ്റ്യൂഡ്, ഏതാ ലുക്കല്ലേ ഇർഫാൻ്റെ. ഇർഫാൻ ഭയങ്കര ഒന്നുമില്ല, ഇർഫാൻ മാസ് വിത്തോട്ട് ആണ് ഗൈസ്. ഓക്കെ. ഇവിടെ ആളുകൾ എത്താറായി. മതി, എനിക്ക് വേറെ സംഭവങ്ങളുണ്ട്. ഞാൻ കണ്ടില്ലല്ലോ വരുന്ന. ഇത് വീഡിയോ എടുക്കോ? ഓക്കെ, അങ്ങനെ വീഡിയോ ദേവിക്ക് എടുത്തു തന്നു. അങ്ങനെ എനിക്ക് ഓക്കെ അത്രയൊക്കെ ഉള്ളൂ. ദേവിക എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ അവർ വരുന്നുണ്ടാന്ന് നോക്കിയതാണ്. എല്ലാവരെയും കാലുകൾ മാത്രമാണ് കാണുന്നത്. ഇതാണ് കേക്കും സെലിബ്രേഷനും എല്ലാം. ഇതിപ്പം പോപ്പർ എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് ഞാൻ ആൽബിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആൽബിന് എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട്. പക്ഷേ ആൽബിനാണ് ആദ്യം പോപ്പർ പൊട്ടിച്ചത് എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അവൻ പൊട്ടിച്ചത്. ദേവിക കേക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, മെഴുകുതിരി ഉരുകി വീഴും എന്ന് പറഞ്ഞ്. അങ്ങനെ അവസാനം അങ്ങനെ ഈ മണ്ടഹരി എന്തിനാണ് കാണിക്കുന്നത് അവൻ പറയുന്ന അവർ വരാറായി എന്നൊക്കെ വേണം പറയുന്നത്. ഇവർ വരുന്നത് എല്ലാവരും കണ്ട്, ഞാൻ മാത്രം അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടില്ല. എന്നെ കാണാൻ സമ്മതിച്ചില്ല ലച്ചുപാട്ടി. ഞാൻ കണ്ടത് ലച്ചുപാട്ടി എന്നെ വലിച്ചെടുത്തോണ്ട് പോയി. ഓക്കെ, അതിനുശേഷം ഹരിയും സ്രാവും കൂടെ അതിവീക്ഷമായി നിരീക്ഷിക്കുകയാണ് അവർ വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ വരുന്നുണ്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ അവർ വന്നു. സർപ്രൈസ് കുറച്ച് പൊളിഞ്ഞു പോയി, പക്ഷേ കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ആൽബിൻ്റെ പോപ്പറാണ് പൊട്ടിയത്, അതിനുശേഷം എൻ്റെ പോപ്പറാണ് പൊട്ടിയത്. എന്തായാലും കുഴപ്പമില്ല, ഞാനാണ് ആൽബിനെ പോപ്പർ പൊട്ടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. അങ്ങനെ നീരുവിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്സ് എല്ലാവരും കൊടുക്കുകയാണ്. ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഫോട്ടോസ് മാത്രമാണ് എടുത്തത്, വീഡിയോ എടുത്തില്ല, അതുകൊണ്ടാണ് ആഡ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ നീരു കുളിച്ച് സ്പ്രേയിലൊക്കെ കുളിച്ച് അങ്ങനെ നീരുവിൻ്റെ ബർത്ത്ഡേ ആയി. അങ്ങനെ നിരുവാണെങ്കിൽ ഇവിടെ ഗിഫ്റ്റൊക്കെ നോക്കുകയാണ്, ഓരോരുത്തർ കൊടുത്ത ഗിഫ്റ്റും. പിന്നെ ദേവിക്കാണെങ്കിൽ കേക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, അവിടെയുള്ള കടയിലും അങ്ങനെ ആൾക്കാർക്കെല്ലാം. അങ്ങനെ ആർച്ച വന്നിരുന്നു, ആർച്ചൻ്റെ പേര് പറയാൻ ഞാൻ മറന്നു. ഈ ആർച്ച വന്നിരുന്നു, വർഷ വന്നില്ല. വർഷങ്ങളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ തകർത്ത് പൊളിച്ചേനെ. പിന്നെ നമ്മൾ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ നോക്കുകയാണ് ഓരോരുത്തർ തന്ന. ഈ ചെറുക്കനാണെങ്കിൽ ഷുഗർ കട്ട് എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ പീസ് കേക്കാണ് തിന്നുന്നത്. എൻ്റെ അമ്മോ, ഇവ എന്ത് തിന്നുന്ന ഇവൻ ലഡു തിന്നുന്നു. ഇവൻ ഷുഗർ കട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ലഡു തിന്ന് കേക്ക് തിന്നുന്നു. എന്തിനാണോ എന്തോ. എല്ലാം കഴിഞ്ഞ് മുഹമ്മത്തും കേക്കൊക്കെ ആയി. ഇവിടെ എല്ലാം തീർന്നു, എല്ലാം കാണിച്ചത്. അത് മേക്കപ്പ് സെറ്റില്ല. എന്തിപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ ആയി. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇത് യൂട്യൂബിലിടാം. മുഹമ്മത്തോ കേക്കൊക്കെ ആയി. നമ്മള് ലിമാസ് എന്നാണ് കേട്ടോ, കേക്ക് ലിമാസ് എന്നല്ല, ഇവിടെ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. മിണ്ടരുത്. എല്ലാ പാർട്ടികളും കഴിഞ്ഞു. നിരു എവിടെ? ഗൈസ്, ഈ കുട്ടിയുടെയാണ് ബർത്ത്ഡേ, അത് മാത്രം പറഞ്ഞില്ല. ഇതാണ് ബർത്ത്ഡേ ഗേൾ. ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല. എടാ ഇങ്ങനെ വേണ്ട, എല്ലാവർക്കും കൊടുത്താ ഇവിടെ കൊടുത്താ. ഷുഗർ കട്ടാണ് കഴിക്കണം. ഷുഗർ കട്ടാണെന്ന് കഴിക്കുന്ന ഒരു വണ്ടനാണ്. ഷുഗർ കട്ടാണെന്ന് പറഞ്ഞു. അണ്ട് എവള് ബാഡ്മിന്റൺ താരമാണ്. ഇത് ഷുഗർ കട്ടാണ്. ലഡു കഴിക്കുന്നത് ഇന്നൊരു ദിവസത്തേക്ക് മാറ്റി, മാറ്റി. ഇന്നലെ വർഷയുടെ ബർത്ത്ഡേക്ക് പോയപ്പോഴാ
അന്ന് ഷുഗർ എന്നിട്ട് കേക്ക് കഴിച്ചതാ. അപ്പൊ ഇനി ഇവിടെ തൂക്കാൻ പോവുകയാണ്. സ്രാവിന്റെ കൂടെ നന്ദുവാണ് ഇപ്പൊ ഇവിടെ തൂക്കുന്നത്. നമ്മളെല്ലാം കഴിഞ്ഞു. എടി അത് എനിക്ക് അറിയായിരുന്നു. ലച്ച് പാട്ടിയാണ് തൂക്കുന്നത്. ഇവന്മാരാണ് തൂക്കേണ്ടത്, പക്ഷെ ഇവന്മാരല്ല തൂക്കുന്നത്. ഇതാണ് ബർത്ത്ഡേ ഗേൾ. ബർത്ത്ഡേ ഗേൾ ഒരു ഹായ് തരൂ. മണ്ടൻ, ഇതാണ് മണ്ടഹരി, ഇതാണ് ഇർഫാൻ. വർഷയും കൂടെ വേണമായിരുന്നു. വർഷയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നേനെ. ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ സൗദി വ്ളോഗ്സ് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ സൗദി വ്ളോഗ്സ് അടുത്ത വ്ളോഗുമായി വരാം. ബൈ ബൈ.